ഇന്ന് ദേശീയ ബാലികാ ദിനം. പെൺകുട്ടികളുടെ കരുത്തും ദൗർബല്യവും സാമർഥ്യവും അംഗീകരിക്കുന്നതിനൊപ്പം അവരുടെ അവകാശങ്ങളെയും അവസരങ്ങളെയും ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ. നമസ്കാരം. ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ത്രൈതാ കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. 96ാമത് ഓസ്കാർ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ടു കിൽ എ ടൈഗറിന് നാമനിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നേറുന്നു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോടതി സമുച്ചയം ഇരിങ്ങാലക്കുടയിൽ. കുടമാളൂർ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 96ാമത് ഓസ്കാർ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ടു കിൽ എ ടൈഗറിന് നാമനിർദ്ദേശം. ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ നേടിയ ചിത്രം. മികച്ച നടൻ ഉൾപ്പെടെയുള്ള 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നേറുന്നു. പ്രധാന സംസ്ഥാനമായ ന്യൂഹാംഷയർ പ്രൈമറിയിൽ ട്രംപ് വിജയമുറപ്പിച്ചു. എതിരാളി ഇന്ത്യൻ വംശജയും സൗത്ത് കരോലിന മുൻ ഗവർണറുമായ നിക്കി ഹേലിയാണ് ട്രംപ് പിന്നിലാക്കിയത്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സാമൂഹിക പ്രവർത്തകനുമായ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന. പിന്നാക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോടതി സമുച്ചയം ഇരിങ്ങാലക്കുടയിൽ. കോടതിയുടെ 2ാം ഘട്ട നിർമ്മാണം ഫെബ്രുവരി 10-ന് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 64 കോടിയുടെ പ്രവർത്തനങ്ങളാണ് 2ാം ഘട്ടത്തിൽ നടക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നീതിന്യായ സമുച്ചയമായി ഇരിങ്ങാലക്കുട കോടതി മാറുമെന്ന് മന്ത്രി പറഞ്ഞു. കുടമാളൂർ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുടമാളൂർ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ 2023-24 അധ്യയന വർഷത്തെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് NSS യൂണിറ്റ് 232ന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്തി. ഇക്കിഗായ് എന്ന പേരിൽ നടത്തപ്പെടുന്ന സപ്തദിന ക്യാമ്പ് ഐമനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലത അധ്യക്ഷയായ യോഗത്തിൽ സിപാസ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ അബ്ദുൾ വഹാബ് മുഖ്യാതിഥിയായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ S, കുടമാളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ AC, വാർഡ് മെമ്പർ ബിന്ദു ഹരികുമാർ, അധ്യാപകരായ സാദിഖ് S, വിദ്യാ VT എന്നിവർ പ്രസംഗിച്ചു. സിപാസിന്റെ നേതൃത്വത്തിൽ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ നടക്കുന്ന ഇക്കിഗായ് സപ്തദിന ക്യാമ്പിൽ മാധ്യമ നൈതികത സെൻസേഷണലിസം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P ജേക്കബ് സെമിനാർ നയിച്ചു. സാമൂഹിക അസ്വാരസ്യങ്ങളുടെ കാലത്ത് മാധ്യമങ്ങളുടെ ഇടപെടൽ യുക്തിപൂർവമായിരിക്കണമെന്ന് ഡോക്ടർ ലിജിമോൾ P ജേക്കബ് അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചും അത് സമൂഹത്തിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും സെമിനാറിൽ ചർച്ച ചെയ്തു. അമ്പിളി, ICJ ന്യൂസ്, കോട്ടയം. കായിക വാർത്തകൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനു സമീപം രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടുന്ന കൊച്ചിൻ സ്പോർട്സ് സിറ്റി പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ദേശീയ ക്രിക്കറ്റ് ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന മൾട്ടി സ്പോർട്സ് കോംപ്ലക്സിന് 700 കോടി രൂപയാണ് ചെലവ്. ഇന്ത്യൻ ബാഡ്മിന്റൺ ജോഡികളായ സാത്വിക് ചിരാഗ് സഖ്യം ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ മികച്ച പ്രകടനമാണ് 1ാം റാങ്കിങ്ങിൽ തിരിച്ചെത്തിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 96ാമത് ഓസ്കാർ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ടു കിൽ എ ടൈഗറിന് നാമനിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നേറുന്നു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോടതി സമുച്ചയം ഇരിങ്ങാലക്കുടയിൽ. കുടമാളൂർ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.